MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. കോൺഗ്രസ് ഇതിൽ ഏതായാലും ഒരു നിയമ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു ശിക്ഷാവിധി കിട്ടാനില്ല എന്നാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഞങ്ങളിതിനെ കാണുന്നത് കുറെ കൂടി വൈകാരികമായിട്ടാണല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അതിക്രൂരമായി ദാരുണമായി കൊല ചെയ്യപ്പെടുക. എന്താ അവർ ചെയ്ത തെറ്റ്? CPM-ൻ്റേതല്ലാത്തൊരു കൊടി പിടിച്ചു എന്നതാണ്, അല്ലെങ്കിൽ CPM-ൻ്റേതല്ലാത്തൊരു കൊടി നാട്ടി എന്നുള്ളതാണ്. ഒരു നാട്ടിൽ CPM-ൻ്റെ പേരിലല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. പൊതുപ്രവർത്തനം നടത്തി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലായാലും CPM-ൻ്റെ കോടതി വിധിച്ചൊരു ശിക്ഷ, ആ ശിക്ഷയുടെ ഉത്തരവാദികളായ ആളുകൾക്ക് കിട്ടേണ്ടുന്നൊരു പരമാവധി ശിക്ഷ കിട്ടിയെന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി പറയുവാൻ കഴിയുന്നില്ല. ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല എന്നും ഈ കേസിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടുള്ളതാണെന്നും ബുദ്ധിമുട്ട്. പക്ഷേ ഈ കേസിനകത്ത് ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടോ നിയമസഭാ സാമാജികനായിട്ടോ ഒക്കെ സംസാരിക്കുന്നതിനപ്പുറം ആ അമ്മമാരുടെ ഒരു മകൻ്റെ സ്ഥാനത്തെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ തന്നെയാണ്. കാരണം ഇത് അപൂർവമായി പരിഗണിക്കപ്പെടേണ്ടതും ഇനി ഉണ്ടാകാൻ പാടില്ലാത്തതും. രാഹുൽ, കോടതി കൂടുതൽ ജാഗ്രത വേണമെന്നുള്ള ഒരു സാധാരണ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇപ്പോൾ നടത്തി. തീർച്ചയായിട്ടും അതിനകത്ത് നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ ബഹുമാനപ്പെട്ട കോടതികളാണ്. ഈ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ കേസിൻ്റെ പ്രത്യേകത കൊലപാതകി ഏതാണ്, സർക്കാർ ഏതാണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു കേസാണ്. അത്രമാത്രം ഇൻവോൾവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ അടക്കമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു കേസിനകത്ത് നമ്മുടെ ആകെ പ്രതീക്ഷയായ കോടതി, ആ കോടതിയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണ്ടേ? CBI കോടതി ആയതുകൊണ്ട് ആ കോൺഗ്രസ് അങ്ങനൊരു പൊളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞത്. CBI-യുടെ അന്വേഷണം വന്നതുകൊണ്ടാണ് കുഞ്ഞിരാമനെതിരായിട്ട് FIR ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പം സംസ്ഥാന പോലീസും സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചപ്പോൾ ഈ കുഞ്ഞിരാമനെതിരായിട്ട് പരാമർശമില്ലായിരുന്നു. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കോടതിയോട് ബഹുമാനമുണ്ട്. പക്ഷെ 10 പേരെ വിട്ടയച്ചതിനകത്തും വധശിക്ഷ ലഭിക്കാത്തതിനകത്തുള്ള നിരാശ. നിയമപോരാട്ടവുമായി പോകും വധശിക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നിയമപോരാട്ടം. ശ്രീജ, രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അതാണെന്ന് വ്യക്തമാക്കുന്നു. അത് ഹൈബീഡൻ MP ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് വധശിക്ഷ വേണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത് നിയമപരമായിട്ട് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നില്ല, അതായത് റയറസ്റ്റ് ഓഫ് ദ കേസ് എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് പ്രോസിക്യൂഷൻ നമ്മളോട് തന്നെ നടത്തിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിനകത്ത് അവർക്കൊരു നിയമ പോരാട്ടത്തിൽ നിന്ന് പിറകേക്ക് പോകാൻ കഴിയുകയില്ല. ഇനി കുടുംബത്തിൻ്റെ പ്രതികരണം, കൃപേഷ് ലാലിൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു, ഒപ്പം ശരത് ലാലിൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു, ഒപ്പം കൃപേഷിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു സങ്കടം, അവർ കുറ്റം പറയുകയല്ല, പക്ഷേ ആ ഒരു സങ്കടം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് നമുക്ക് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര കാലമാണ് നിയമ പോരാട്ടം നടത്തുക? 6 വർഷം. ഇനി ഇരട്ട ജീവപര്യന്തം പറയുമ്പോൾ അതൊരു മിഥ്യയാണെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്.